وإلى حضرة التيجان تنقلوا بابا وإلى حضرة البكر تنقلوا بابا وإلى حضرة مالك دينار بابا وإلى حضرة فاطمة بيه وإلى حضرة مرو سيد عاتقو تنقلوا بابا وإلى مرو سيد مترو تنقلوا بابا وإلى حضرة بالو سيد عاتبيه وإلى حضرة بالو سيد كن بيبي وإلى حضرة بالو سريع بيبي الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إلى حضرة الشيخ مخلدي عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة محمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة السيد محمد جلال البخاري كاتب بابا قدس الله إلى سره. حضرة كان المتفرد ولي الله وإلى حضرة مراقة بابا وإلى فاطمة والفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين المغضوب عليهم ولا الضالين. إلى ظهرين سيدنا الله آمين. رمضان صلاة مدينة كما صلى ظهرين رسمنا മാറ്റിക്കൊണ്ടുള്ള آمين. സമാധാനമില്ല. മക്കളെ കൊണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് ഭാര്യമാരെ കൊണ്ട് അമ്മായിമ്മ മോശം നാട്ടുമാരെ കൊണ്ട് ഒരുപാട് പേര് ദുനിയാവിൽ ഒരുപാട് സങ്കടത്തിലാണ്. കടങ്ങളെ കൊണ്ട് ലാഹുവേ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് കിട്ടുന്നില്ല സങ്കടങ്ങളും നീ മാറ്റിക്കൊണ്ടിരിക്കും. آمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى إلى صراطك المستقيم وعلى آله قدره ومقداره. آمين. الحمد لله رب العالمين. الإيمان وهبنا إلى دين الصلاح. آمين. آمين. الحمد لله يا رب صلاة الفاتحة نسيجركنا يا الله. آمين. سورة الفاتحة نسيجركنا الله. آمين. ഹബീബിന്റെ മുച്ചമണികളാണ് അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഹബീബായ മുത്തുനബിന്റെ പേര് മക്കളടുത്ത് ചെന്ന് ഞങ്ങളെ സങ്കടങ്ങൾ പറഞ്ഞാലും അതിനൊരു പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തോടെ വന്നവരാണ് അല്ലാഹ്. ഇവിടെ വന്നവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണേ. ഇവിടെ വന്നവരെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണം. മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ. വീടില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം. ഖാലിഖായ പടച്ചറബ്ബേ, ഈ മജ്‌ലിസിലിരിക്കുന്ന ഒരുപാട് പേരിലാർക്കെങ്കിലും മരുന്ന് കുടിച്ചിട്ട് മാറാത്ത മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫ നൽകണേ അല്ലാഹ്. വേദന സഹിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തരല്ലോ. ക്ഷീണം സഹിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ.
ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. ആമീൻ. ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. അല്ലാഹുവേ നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ആമീൻ. സമാധാനം നൽകണേ അല്ലാഹ്. ആമീൻ. സന്തോഷം നൽകണേ അല്ലാഹ്. ആമീൻ. ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ. നൂറേ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ നീ ഇറക്കി കൊടുക്കണം അല്ലാഹ്. ആമീൻ. അല്ലാഹ് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കൊരു വിഷമവും ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കൊരു വിഷമവും നീ തരല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ നീ രോഗിയായ കടക്കല്ല. ഒരുപാട് പേര് പ്രവാസികളാ. ഒരു ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറയാണ് തങ്ങള് ഞങ്ങൾക്ക് വന്ന അസുഖക്ക് വന്ന വിഷമോ അതല്ലെങ്കിൽ എന്റെ പൊന്ന മകൾക്ക് വന്ന വിഷമോ ഒരാൾക്കും വരാതിരിക്കാൻ നിങ്ങൾ ദ്വാരിക്കണം. ഒരു ഉമ്മാന്റെ വസിയത്താണ്. ഞാൻ ചോദിച്ചു എന്താണ് ഉമ്മ പ്രശ്നം? ഉമ്മ പറയാണ് എന്റെ പൊന്നുമോളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. സുബ്ഹാനല്ലാഹ് 2 വർഷത്തിന്റെ ഇടയില് 2 മാസം എന്റെ മരുമകൻ എന്റെ മകളെ കൂടെ ജീവിച്ചു. എന്നിട്ട് ഗൾഫിലേക്ക് പോയ സമയത്ത് എന്റെ പൊന്നുമോൾ ഗർഭിണിയായി. ആ സന്തോഷ വാർത്ത ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ് ആ സമയം മുതൽ ആ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കാനുള്ള മനസ്സ് വരുന്നില്ല. എങ്ങനെയെങ്കിലും തന്റെ സഹധർമ്മിയുടെ അടുത്തേക്ക് എത്തണം, എങ്ങനെയെങ്കിലും ഭാര്യന്റെ അടുത്തേക്ക് എത്തണോ. സുബ്ഹാനല്ലാഹ് മാസങ്ങൾ കഴിഞ്ഞു പോയി. പ്രസവത്തിന്റെ സമയമെടുത്തപ്പോ നാട്ടിലേക്ക് വരാനുള്ള കൊതിയായി. അവന് പറയാണിച്ചേ നാട്ടിൽ വന്നിട്ട് എന്റെ പൊന്നുമോളെ കൂടെ എനിക്ക് ജീവിക്കണം, എനിക്ക് പറക്കാൻ പോകുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ കുട്ടിയുടെ കൂടെ കുറച്ചു കാലം ജീവിക്കണം. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുമായി സുബ്ഹാനല്ലാഹ് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഭാര്യ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വേണം നാട്ടിലേക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് ചെറുപ്പക്കാരൻ വരുന്നതിന്റെ തലേ ദിവസം ആ പെണ്ണുമോന് ഗൾഫിൽ നിന്ന് അറ്റാക്കിൽ മരണപ്പെട്ടു പോയി. അവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ. നമ്മളെ മക്കൾ പ്രവാസികളാ, നമ്മളെ ഭർത്താക്കന്മാര് പ്രവാസികളാ, നമ്മളെ പേരമക്കളെ പ്രവാസികളാ, നമ്മളെ മരുമക്കളെ പ്രവാസികളാണല്ലോ. അവരെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥ വരത്തില്ല. റാഹത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ആപത്തിലും ഒരു മുസീബത്തിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങൾക്ക് സമാധാനം നൽകണം അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ആപത്തിലും പെടുത്തല്ല അല്ലാഹ്. ഒരു മുസീബത്തിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. നിങ്ങൾക്ക് സാമ്പത്തികം നൽകണേ അല്ലാഹ്. പ്പെട്ട പലരും കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. നിങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ്, സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടറപ്പേ. കടക്കാരനാണ് ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണല്ലോ. കണ്ണാരകാരന്റെ കണ്ണാരെന്ന് ഞങ്ങളെ കാക്കണല്ലോ. ഞങ്ങളെ ദുആ സ്വീകരിക്കണല്ലോ. മടക്കല്ല റബ്ബേ. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ദുനിയാവിന്റെ സ്വർഗമായ മദീന കാണാനുള്ള ഭാഗ്യം നൽകണേ. പോവാനുള്ള ഭാഗ്യം നൽകണേ. അവിടെ സിയാറത്ത് ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل. ونعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل القليل يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله
على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البديل يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. കബൂലാക്കട്ടെ. ആമീൻ. വിഷമങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. ആമീൻ. മരിക്കുന്നത് വരെ ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഡോക്ടറെ മുന്നിലും ചെന്ന് സങ്കടങ്ങളും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരവസ്ഥ വരുത്താതെ ആമീൻ. കൂടുതലുള്ള ഒരുമിച്ച് കൂടുന്നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. സ്വർഗ്ഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നു തരട്ടെ. ആമീൻ. സന്തോഷം അല്ലാഹു തരട്ടെ. ആമീൻ. ഒരാളെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ തരാതിരിക്കട്ടെ. ആമീൻ. മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, മക്കൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ, കെട്ടി മാറ്റി വെക്കാൻ, മറ്റു രോഗങ്ങൾക്ക് അല്ലാഹുവേ ഒരാളെ മുന്നിലും ചെന്ന് കൈനീട്ടേണ്ട ഗതികേട് ആമീൻ. ഈ വയസ്സിനും മൂത്രക്കൊക്കെ നിൽക്കാൻ സീറ്റ് കൊടുത്തിട്ടോ.